വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ചായക്ക് ഒരു കടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ പരിപ്പ് വട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നാലും ഞാൻ വെറുതെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ എന്തുവാണെങ്കിലും നമുക്ക് ഫോൺ നോക്കിയാൽ അമത്തി പറഞ്ഞാൽ യൂട്യൂബ് നോക്കിയാൽ എല്ലാം കുന്ത്രണ്ടോ അതിൽ വരും. പക്ഷെ എന്താണ് ഫോണ് നല്ലതുമാണ് ചീത്തയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാടത്ത് പോയിട്ട് കുടിക്കാനും കഴിക്കാനും വേണ്ടിയിട്ടുള്ള കടി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കട്ടൻ ചായ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാടത്ത് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കടലപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുതിർന്ന ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ അടിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് ഒരു കുതിർന്ന സമയം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ റിൻഷിമോളാട്ടോ അപ്പോൾ അരിഞ്ഞ് തൊലിച്ച് തന്നിക്കണത്. സ്പൂണ് മാറ്റി കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കേട്ടോ. വലിയ ജീരകം എടുക്കുക, അതും കൂടി ഒരു കുറവുണ്ട്. ജീരകം ഇടണം. ജീരകം ഇട്ടില്ല നമുക്ക് ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടവർക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കടലപ്പരിപ്പിലേക്ക് ചട്ടി ഇറക്കി വെക്കാം. നമ്മുടെ കടലപ്പരിപ്പ് ഇട്ടാ മതി. അപ്പം നമ്മൾ ആദ്യം കടലപ്പരിപ്പ് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഐറ്റങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി, ജീരകം, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇത് വേണ്ട, ഈ ഉള്ളി ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്താട്ടോ. നമുക്ക് കായപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, ഒരു മണത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനകത്ത് കായം ഇല്ല, അപ്പം അതുകൊണ്ട് ഞാൻ കായം ചേർത്തില്ല കേട്ടോ. നമുക്ക് ഈ ഉള്ളിൻ്റെ ജീരകവും ഒക്കെ ഇതിലിട്ട് കൊടുക്കുക. കുറച്ചും കൂടി ഉപ്പെടുക്കുക. അപ്പോൾ ഞങ്ങൾ പാടത്ത് പോയിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ റിയാസ്കാർക്കും കടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റിയാസ്കാർക്കും ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കണം കേട്ടോ. പോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇരിക്കട്ടെ. കൈ കൊണ്ട് വേണം ഇളക്കാൻ. കൈ കൊണ്ട് മിക്സാക്കി പറ്റില്ല. കയ്യിൽ കൊണ്ട് പറ്റില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല അങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ എരിവും ഒക്കെ ഇതിൽ പിടിക്കുള്ളൂ, ജീരകവും. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഒന്നോ ഒരിക്കൽ ഉണ്ടാക്കിയതാട്ടോ. മറന്നുപോയി. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ നല്ല കടി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് കിറ്റുന്ന കടലപ്പരിപ്പ് കിട്ടിയപ്പോൾ കായ്ച്ചാറൊന്നും പിന്നെ എപ്പോഴെങ്കിലും വെക്കുള്ളൂ. അപ്പം ഒന്ന് ശരി കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചില്ല. നമ്മുടെ കട്ടൻ അവിടെ തിളച്ച് കൊണ്ടുണ്ട്. പൊടി പോരും, കൂടി ഇട്. അവനിക്ക് അതിന് കുറച്ച് കട്ടൻ ചേർത്തിട്ട് പാല് വീട്ടി കൊടുക്കും കേട്ടോ. അത് കൊണ്ടാ റൈസിൻ്റെ അത് മേടിക്കുക. അപ്പോൾ നമുക്ക് അധികം വെള്ളം നമുക്കിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു ഉരുള രൂപത്തിൽ കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുള പോലെ വരുന്നുണ്ട്. നമുക്ക് മതിയാവും. കുട്ടികൾക്ക് കഴിക്കണമെങ്കിൽ ഞാൻ പിന്നെ അധികം എരിവൊന്നും ഇടുന്നില്ല കേട്ടോ. കൈയൊക്കെ നല്ല വൃത്തിയില്ല കേട്ടോ. എന്താ കൈട്ട് മാന്തെന്ന് വിചാരിക്കുക. കൈയൊക്കെ ഞാൻ എല്ലാം നീറ്റാക്കി കഴുകിയിട്ട് വന്നതാണ്. അവനിക്ക് ചായ എടുത്ത് കൊടുത്തു. നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ നല്ല ചൂടാക്കി ഇത്തിരി ചായ കൊടുക്കാം. എനിക്ക് അപ്പോൾ എണ്ണ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഫുള്ളുള്ള എണ്ണ ഫുള്ളായി ഒഴിച്ചു. എന്താ ഭയങ്കര ചൂടാട്ടാ. ചൂടത്തിരിക്കാൻ പറ്റില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പാടത്ത് ഇങ്ങനെ കാറ്റ് കൊള്ളാം. ഒരു
അച്ഛനെ ഇവിടുത്തെ വില്ലനാട്ടവൻ വില്ലനാണ്. ഞങ്ങളുടെ വില്ലനാണ് ഇട്ടവൻ. ഞങ്ങളുടെ വില്ലൻ കുട്ടിയാണ്. അത് അപ്പുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് റജുവാക്കും അവനിക്കും ഫാത്തിമാക്കും കുറച്ച് എടുക്കും. അപ്പോൾ എണ്ണ ഒരു മിനിമം ചൂട് വേണം കേട്ടോ. നല്ല അല്ലെങ്കിൽ ഇട്ടാൽ പൊട്ടി ഭർത്താനം പറയുന്ന റൈസ് കുടിച്ച് ഫുള്ളായിട്ട് ഒഴിക്കണ്ട. പകുതി ഒഴിച്ചാൽ അത്താക്ക് കുറച്ച് കട്ടൻ ചായ മാറ്റി. അപ്പോൾ അങ്ങനെ നമുക്ക് കിറ്റിൽ നിന്ന് കിട്ടിയ എണ്ണയാണ് കേട്ടോ. ഇത് എണ്ണ ആക്കി വെച്ച പാത്രം. അപ്പോൾ ഉപ്പത് മതിയിലടി. ഉപ്പ് അധികം ആവുമോ? ഉപ്പിത്തിരി അധികമായോ? കുറച്ച് എനിക്ക് അപ്പം നമ്മൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഉരുള ഉരുട്ട് കേട്ടോ. ആദ്യത്തെ ഒരു ഉരുള ഉരുട്ടിയിട്ട് അങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വെച്ചിട്ട് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രസ് ചെയ്തിട്ടുണ്ടാക്കണം അറിയില്ല. എന്നാലും നമ്മൾ എന്തുണ്ടാക്കും ഉണ്ടാക്കാം. നന്നായി എന്നാണ് എൻ്റെ പ്രതീക്ഷ. വടൻ്റെ രൂപമൊന്നും എനിക്കറിയാം. എന്നാലും കുഞ്ഞു കുഞ്ഞു വടയട്ടാ ഞാൻ എടുക്കും. അല്ല എല്ലാവർക്കും തികയുള്ളൂ. എന്താ റൈസ് വേണം? നമ്മുടെ വട മുരിഞ്ഞ് വരുന്നില്ല. ഈ ചട്ടിയിലാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേഗം മുരിഞ്ഞ് കിട്ടും. നമ്മൾ വട മെല്ലെ മറിച്ച് കേട്ടോ. നമുക്ക് എണ്ണ വെക്കാണ്ട് ചെയ്യണം. എന്ത് വെക്കണം? ഇങ്ങനെ കുറച്ച് മതിയല്ലോ. നമ്മുടെ വട മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. രണ്ടു വട്ടം ഞാൻ മറിച്ച് മറിച്ചിട്ടു. നമ്മളൊരു വടൻ്റെ ഒരു കളർ കിട്ടും അല്ലേ? കിട്ടും. വടൻ്റെ കളർ വന്നിട്ടില്ല കേട്ടോ. വടൻ്റെ കളർ നമ്മുടെ പരിപ്പുവട ഏകദേശം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു വടൻ്റെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗ്യാപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വടൻ്റെ ഒരു ഏകദേശം ഷേപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഉണ്ട് എന്നാ അങ്ങനെ പാടത്തേക്ക് വരും കേട്ടാ. വരുമ്പോൾ സമയത്ത് എത്രങ്ങാനും മയിലുകളാണ് നോക്ക്. ഊരുപെട്ട മയിലുകൾ വരീന്ന് കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഓടിപ്പോവും. ഇറങ്ങാനാണ് എന്താ രസട്ടാ കാണാൻ. ഒരേപോലെ കുറേ പേരെ കാണാൻ നല്ല രസമാണ്. നിറയെ ഉണ്ട് കേട്ടാ. ക്യാമറ ഇളകാണ്ട് പിടിക്കണം. അപ്പോൾ അത് കിട്ടുള്ളൂ. ഒക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ പാടത്ത് കൂടെ. എത്രങ്ങാനും മയില് നോക്ക്.
വരിക്ക് വയലുകളുണ്ട് പോത്തുകളും ഉണ്ട്. എന്താ രസല്ലേ വരിക്കത് കാണാന്. ആ വരിക്ക് ഞാൻ വരുമ്പോ കൂട്ടത്തില് നിക്കണ്, ഒന്നിനും കിട്ടണില്ല കേട്ടാ. അത് അടുത്ത പോകുമ്പത്തിന് പറന്നു പോവും കണ്ട. അങ്ങനെ ഇനി ആ തൊടിയിലേക്ക് കയറുമൊക്കെ. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ പാലക്കാടിന്റെ പ്രകൃതി ഭംഗി. അത് പോയേ ഞാൻ വരുമ്പോ അവിടെ നിക്കണ്. വെളിച്ചം വെക്ക്, അതാ ഓർഡർ നോക്ക്. വെളിച്ചം വേടി, വെളിച്ചൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടു കാണാണ്ട. അങ്ങനെ ഇതാണ് നമ്മുടെ പാലക്കാടിന്റെ പ്രകൃതി ഭംഗി. ഏതാ പോണ് എത്തിക്കണ്ട, അവിടെ എത്തി. പീലിയുള്ളത് ഇതാ നിക്കണ കണ്ട. അപ്പൊ ഇതാ അമ്മമ്മയും പേരക്കുട്ടികളൊക്കെ ചായയും കടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ. എല്ലാവരും ഉണ്ട്. നമ്മൾ ഷേൽത്താത്ത വന്നിട്ടില്ല. ഷേൽത്താത്ത ഇപ്പൊ വരും, വെയിറ്റിംഗ് ആണ് ഷേൽത്താത്താക്ക് വേണ്ടിയിട്ട്. അപ്പൊ നോക്ക് എത്ര പോലെ ആ ഒരു മുക്കിലേക്ക് നോക്ക്. പിന്നെ പീലിയുള്ളത്, ഇത് പീലിയുള്ളത് നിറയെ പീലിയുള്ളത് അല്ലേ. പിന്നെ നിറയെ പോത്തുകളും ഉണ്ട് കേട്ടാ. പോത്തുകളും മയിലുകളാണ് ഇറങ്ങുന്നത്. അപ്പോ നമ്മുടെ വഴി അതൊക്കെ അങ്ങോട്ട് പോയി. ഇനി ഞങ്ങൾ അവിടെ പോയി ഷേൽത്താത്താക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങള് ഷേൽത്താത്ത വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കടയിലൊന്നും കഴിച്ചിട്ടില്ല, വരട്ടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പോണത് ഓ സ്ഥലത്ത് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അവിടെ കനാലുണ്ട്, കനാലിൽ കുട്ടികളെ മീൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ. ആ കാണുന്ന ആ ഭാഗം ചർണാംകുറിശി കേട്ടോ. നമുക്ക് മെയിൻ റോഡ് വഴിയും പോകാം, പിന്നെ പാടുള്ളത് കൊണ്ട് നമുക്ക് പാടം വഴിയും പോകാം കേട്ടോ. അപ്പം നമുക്ക് പോകാം റിൻഷി. അപ്പം നമുക്ക് പോകാം, വരൂ. അതാ അറ്റം വരെ എത്തണം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ വീടേക്ക് ലെങ്ത്ത് കൂടി കേട്ടോ വരമ്പിൽ കൂടെ. അപ്പോൾ കുട്ടികൾ 3 ആൾ, ഒന്ന് ഷേൽത്ത തന്നെ മോനാണ്, പിന്നെ നമ്മുടെ ചേച്ചിൻ്റെ മോനുണ്ട്. അപ്പം നമ്മൾ മക്കളെ നടന്ന് കിടക്കും കേട്ടോ. എത്താനായി, കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. കുഞ്ഞു കുരികൾ കമ്പിയിലിരിക്കണ നോക്ക്, കത്തണ നോക്ക്. ഞങ്ങൾ കനാലും നിന്റെ മീനൊക്കെ നോക്കാണ്ട് വന്നു. പടക്കം ചളി മീന് ആ വലുതില്ലേ. ഇത് ഇനി എന്താ ചെയ്യാ ഞങ്ങള്? കിണറ്റിലിടാനല്ലേ? എടുത്ത് കാണിക്കുക ഒരു മീനിന്. അതെടുത്ത് കാണിക്കണ എങ്ങനത്തെയാണോ നോക്കാനാണ്, സിലോപ്പിയ പോലെയാണോ നോക്കാം. അപ്പൊ കവർ പൊളിച്ച് കാണിച്ചാൽ മതി. ഈ തോട്ടിൽ നിറയെ മീനുണ്ട്. കടിക്കൂലടാ. അല്ലോ ഇത്ര വലിയ മുള്ളുള്ള മീനോ? കടിക്കില്ലത്. ഇപ്പൊ എങ്ങനെ കൈ കൊണ്ട് തോടുന്നത്? അപ്പിക്കനാലാണ് അല്ലേ? നമ്മളെ അപ്പിക്കനാലിൽ മീൻ പിടിക്കും. എടാ ഇത് ഫുൾ വേസ്റ്റ് അല്ലടാ അവിടെ. ഇത് ആരുടെ വീടാവല്ലേ? ഇവിടെ നിറയെ വീടുകളുണ്ട് കേട്ടോ അപ്പുറത്തേക്ക്. ഒരു ചെറിയ മഴമൂടാപ്പുണ്ട്, പെയ്താ വേണ്ടില്ല. എന്തായാലും നോക്കാം, അവൻ മീൻ പിടിക്കണത് നോക്കാം. നമുക്ക് മീൻ ചൂണ്ടിട്ട് കൊടുക്കുന്നുണ്ട്, മീൻ കൊത്തുമോ നോക്കാം. അതാ അതിൻ്റെ വീട്ടില് മീൻ പിടിക്കുമ്പോൾ 2 മീൻ കിട്ടിയിട്ടുണ്ട്, ബാക്കി കിട്ടിയിട്ടില്ല. നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് ഇനി അറ്റം വരെ പോകാനുണ്ട് കേട്ടോ. അവിടെ നിറയെ വീടുകളുണ്ട്. ശരി കുട്ടികൾക്ക് അതൊക്കെ കേട്ടോ നടന്നിട്ട്. നടന്നു പോയില്ലേ? അതാ നല്ലത് അല്ലേ? ശരി കുട്ടി, നമുക്ക് ഞാൻ അവിടെ നിന്ന് കാണാം. ഞങ്ങൾ പോയതാട്ടാ, കിട്ടില്ല കേട്ടോ. ഇപ്പം തിരിച്ച് വീണ്ടും വന്നു. അതിൻ്റെ തൊള്ളയിൽ അണ്ണാക്കിൽ കുടുങ്ങിക്കണല്ലേ? ചാടുന്നു. മുള്ളുണ്ട് കേട്ടാ, കൈ കുത്തണ്ട. തുറന്നു കൊടുക്കുന്ന കവറ് പച്ച കളറല്ലേ ചേച്ചി കിടന്നിട്ട്. 4 മീൻ പിടിച്ചു. ശരി എന്നാ ഞങ്ങൾ പോട്ടെ. എന്തായാലും എനിക്ക് പേടിയുണ്ട്. നമ്മൾ കട്ടൻ ഇവിടെ ഒക്കെ കാറ്റത്തിരുന്ന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഏകദേശം പരിപ്പ് വടൻ്റെ രൂപമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞാണെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ കനാലും കുട്ടികൾ മീൻ പിടിക്കണതും നമ്മുടെ ചർണാംകുറിശിൻ്റെ അടുത്ത് വരെ പോയിട്ടാ.
അങ്ങനെ അവിടെ സ്ഥലമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ കൊണ്ടുവന്ന കട്ടൻ ചായയും പരിപ്പ് വടയും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. ഷൈൽത്താത്ത വന്നിട്ടുണ്ടായിരുന്നു, കുറേ നേരം കഴിഞ്ഞിട്ടോ ഷൈൽത്താത്ത വന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ച് പരിപ്പ് വടയൊക്കെ തിന്ന് പിന്നെ കുറച്ച് നേരം തന്നെ നിന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നല്ല മേഘമൊക്കെ ഉരുണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു മഴ പെയ്യുമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു പെയ്യില്ലാന്ന്, പിന്നെ നോക്കുമ്പോൾ മേഘമൊക്കെ അങ്ങനെ ഉരുണ്ട് വന്ന് ഇടിവാളൊക്കെ മിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വേഗം കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. വീട്ടിൽ പോയപ്പോൾ വീടെത്തിയതും നല്ല മഴ പെയ്തു. ഇപ്പോൾ ഒത്തിരി ഇരുട്ടാണ്. അപ്പോൾ ആ മഴയത്തൊക്കെ ഒന്നിങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ കൂട്ടുകാർ.